പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണവും നടപടിയും ഉണ്ടായേക്കും. എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെതിരെ 2 കോടിയുടെ സാമ്പത്തിക തിരിമറി ആരോപണമാണ് എം.എൽ.എ ഉന്നയിച്ചത്. കൂടുതൽ വിവരങ്ങൾ മേഘന മുരളി നൽകും. മേഘന, മലപ്പുറം എസ്.പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരംമുറിയുമായി ബന്ധപ്പെട്ടാണ് അൻവർ ആരോപണം ഉന്നയിച്ചത്. ഇതിപ്പോൾ പോലീസിലെ വൻമരങ്ങൾക്ക് നേരെ കോടാലി ഉയരുന്ന ഒരു അവസ്ഥയാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും ലിബീഷ്, അത്തരത്തിൽ തന്നെ പോലീസിലെ വൻമരങ്ങൾക്കെതിരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു എം.എൽ.എ തന്നെ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതിൽ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് വരെ പി.വി. അൻവർ എം.എൽ.എ നീങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നലെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിലും ഉണ്ടായത്. അതായത് തന്റെ ആവശ്യങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച ബോർഡ് എടുത്തുകൊണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. അത് വലിയ തരത്തിൽ ആഭ്യന്തര വകുപ്പിനെ എന്ന് തോന്നിപ്പിക്കും വിധത്തിലാണ് സമരം ഉണ്ടായിരുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെതിരെ, കൂടാതെ പത്തനംതിട്ട, മലപ്പുറം ജില്ലാ പോലീസ് മേധാവികൾക്കെതിരെയുമായിരുന്നു ഒരു പ്രതിഷേധമുണ്ടായിരുന്നത്. അത് വലിയ തരത്തിൽ ഭരണകക്ഷിയെയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ അടക്കം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ തന്നെയാണ് CPM ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് പിന്നീട് പി.വി. അൻവറിനെ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും, അല്ലെങ്കിൽ പിന്നീട് ഒരു ചർച്ചയ്ക്ക് പോയിട്ടുള്ള പി.വി. അൻവർ പിന്നീട് സമരവുമായി ഈ ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ വസതിക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു. അതിലാണ് ഇന്നൊരു വകുപ്പ് തല നടപടി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത്. കാരണം അത് വലിയ തരത്തിൽ ആഭ്യന്തര വകുപ്പിനെ അടക്കം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയുടെ എം.എൽ.എ തന്നെ ഇത്തരത്തിലൊരു ആരോപണം, അതും വലിയൊരു ആരോപണം, 2 കോടിയുടെ അടക്കം സാമ്പത്തിക ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതിൽ ആരോപണം എന്ന് പറയുന്നതും ഒന്ന് എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെതിരെയാണ്. അതിൽ ഈ പോലീസിന്റെ വയർലെസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ അത് ഉന്നയിക്കുന്നത് മറുനാടൻ മലയാളി എന്ന ഒരു യൂട്യൂബ് ചാനലിനെതിരെയാണ്. ആ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിനെതിരെ പി.വി. അൻവർ മുന്നേയും ഇത്തരത്തിൽ വലിയ തരത്തിൽ വിഷയങ്ങളും ആരോപണങ്ങളും ഒക്കെ എം.എൽ.എയുമായി ഉണ്ടായതാണ്. അങ്ങനെ ഈ യൂട്യൂബ് ചാനലിന്റെ ഉടമയ്ക്ക് ഒരു പോലീസിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത് ഉടമയിൽ നിന്ന് 2 കോടി രൂപ എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാർ വാങ്ങിയിട്ടുണ്ട് എന്നതാണ് ഒന്നാമത്തെ ആരോപണം. പിന്നീട് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള സുജിത് ദാസിനെതിരെയും ആരോപണം ഉന്നയിക്കുന്നു. അതായത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി മുന്നേ മലപ്പുറത്ത് ഇതേ തസ്തികയിൽ ഇരിക്കുമ്പോൾ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ളതാണ് ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. പിന്നീട് ഇപ്പോഴത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് അത് ഒരു പരാതിയായി നൽകിയെങ്കിലും ജില്ലാ പോലീസ് മേധാവി അതിൽ വേണ്ട തരത്തിലുള്ള ഒരു പരിഗണന നൽകിയില്ല, അല്ലെങ്കിൽ അതിൽ അന്വേഷണം നടത്തിയില്ല എന്നുള്ളൊരു ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഈ ജില്ലാ പോലീസ് അസോസിയേഷന്റെ ജില്ലാ യോഗത്തിലടക്കം ഈ മലപ്പുറം SP-ക്കെതിരെ വലിയ തരത്തിൽ പി.വി. അൻവർ എം.എൽ.എ ആരോപണങ്ങൾ പരസ്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വസതിക്ക് മുന്നിലേക്ക് ഒരു പരസ്യ പ്രചരണവുമായി, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള എ.ഡി.ജി.പിക്കെതിരെ തന്നെ വലിയ തരത്തിൽ പ്രതിഷേധമുയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വെറും അഴിമതി ആരോപണം എന്നല്ല, 2 കോടിയുടെ പണം സംഖ്യ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് എം.എൽ.എ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അതിലൊരു വകുപ്പ് തല അന്വേഷണം എന്തായാലും ഉണ്ടാകും. അതിനെ തുടർന്ന് ഇവർക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള പോലീസ് മേധാവികൾക്കെതിരെ ഒരു അന്വേഷണവും ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പത്തനംതിട്ട SP ആയിട്ടുള്ള സുജിത് ദാസിന്റെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ എം.എൽ.എയും സുജിത് ദാസും തമ്മിൽ സംസാരിക്കുന്നതും സുജിത് ദാസിന്റെ ഒരു അപേക്ഷയാണ്. അതായത് ഈ പരാതി പിൻവലിക്കണം, അല്ലെങ്കിൽ ആരോഗ്യവും ആയുസ്സും ഉണ്ടെങ്കിൽ എ.ഡി.ജി.പിയെ വിരമിക്കേണ്ട ആളാണ് താൻ, അതുകൊണ്ട് തന്നെ ഈ പരാതി പിൻവലിച്ച് എപ്പോഴും അങ്ങയോട് ഒരു കടപ്പാടുള്ളവരായി ഒരു എ.ഡി.ജി.പി ആയിട്ട് വിരമിക്കണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം എന്ന രീതിയിൽ SP പറയുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തായിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ ഈ ഒരു പോലീസ് ഭാഗങ്ങളിൽ വലിയ തരത്തിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ കുഴഞ്ഞു മറിയുന്നുണ്ട്. അതിൽ ഭരണകക്ഷി എം.എൽ.എ തന്നെ ഒരു പ്രസ്താവനയും കുത്തിയിരിപ്പ് സമരവും ഒക്കെയായി രംഗത്ത് വന്നൊരു സാഹചര്യത്തിൽ അതിൽ തുടർ നടപടികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ ഇത് വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളും പരസ്യ സമരങ്ങളും ഒക്കെ CPM-നെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് CPM വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് എം.എൽ.എയുടെ ഈ പരസ്യ പ്രസ്താവനയിൽ അതിലൊരു ജില്ലാ കമ്മിറ്റിക്കടക്കം വലിയ തരത്തിലൊരു പ്രതിഷേധമുണ്ട്, അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് അൻവർ എം.എൽ.എയുമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി മേഘന, പി.വി. അൻവർ എം.എൽ.എയുടെ കുത്തിയിരിപ്പ് സമരത്തിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്ന് കാത്തിരുന്നു തന്നെ കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ കമ്പനിയായ MSCയുടെ മദർഷിപ്പ് വിഴിഞ്ഞത്തെത്തി. MSC ഡെയിലയാണ് കണ്ടെയ്നറുകളുമായി തുറമുഖത്തെത്തിയത്. കപ്പൽ ഇന്ന് ശ്രീലങ്കയിലേക്ക് പോകും.